ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ നമ്മൾ എക്സാമിന് എന്തൊക്കെ ആർക്ക് ചോദിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ മാത്സിന്റെ എക്സാമിന് നമുക്കറിയാം എപ്പോഴും നമ്മൾ കളർ അല്ലെ, നമുക്ക് കളേഴ്സ് കൊടുക്കാനും അതേപോലെ തന്നെ ഓരോരോ ഷേപ്സുകൾ ഐഡന്റിഫൈ ചെയ്യാനും ഒരുപാട് ആളുകളെ എണ്ണിയെടുക്കാൻ ലൈക് കൗണ്ട് ചെയ്തെടുക്കാനൊക്കെയാണ് നമ്മളുടെ മാത്സ് എക്സാമിന് നിങ്ങളോട് കൂടുതലും ചോദിക്കാറുള്ളത്. അത് ഈ ഓണപരീക്ഷയ്ക്ക് അങ്ങനെ തന്നെയാണ് വരിക. ഇനി അതല്ലാതെ വേറൊരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്. കൗണ്ട് ചെയ്തിരിക്കുന്ന ആളുകളെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാൻ, കൂട്ടി നോക്കാൻ ചോദിക്കാറുണ്ട്. സോ കൂട്ടി നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ, ഇവിടെ രണ്ടുപേരുടെ കയ്യിലും കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. നോക്കിക്കേ, രണ്ടുപേരുടെ കയ്യിലും കൃത്യമായിട്ട് എത്ര ഫ്ലവേഴ്സ് ഉണ്ട് എന്നുള്ളത് എണ്ണി നോക്കാം അല്ലെ. നമുക്ക് ആദ്യം നമ്മുടെ മനീഷിന്റെ കയ്യിലുള്ള ഫ്ലവേഴ്സ് ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 and 6 6 ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളുടെ കാലം എന്ന് പറയുന്ന കുട്ടിക്ക് എത്ര ഉണ്ടടാ? 2 ഫ്ലവേഴ്സേ കയ്യിലുള്ളൂ. സോ അവര് രണ്ടുപേരുടെയും കയ്യില് നോക്കിക്കേ, ആദ്യത്തെ ആളുടെ കയ്യില് 6 ഫ്ലവേഴ്സും രണ്ടാമത്തെ ആളുടെ കയ്യില് 2 ഫ്ലവേഴ്സും ഉണ്ട്. സോ രണ്ടുപേരും കൂടെ ഇതൊരു ബോക്സിലേക്ക് ഇടുവാണെങ്കിൽ, രണ്ടുപേരും കൂടെ കിട്ടിയ അവര് കളക്ട് ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സ് നമ്മൾ ഒരു ബോക്സിൽ ഇട്ട് വെച്ചാൽ ആകെ ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും? സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 6 ഫ്ലവേഴ്സും 2 ഫ്ലവേഴ്സും ആഡ് ചെയ്ത് നോക്കണം, കൂട്ടി നോക്കണം. കൂട്ടി നോക്കിക്കുക എല്ലാവരും. 6 + 2 ചെയ്താൽ മതി അല്ലെ. 6 + 2 = എത്ര വരൂടാ? നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഉത്തരവാണ്. 6ഉം 2ഉം കൂട്ടിയാല് 8 എന്ന് കിട്ടിയിട്ടുണ്ടാവും. 8 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. 8 ഫ്ലവേഴ്സ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. 6 പൂക്കളും 2 പൂക്കളും കൂടെ കൂട്ടിയാല് 8 പൂക്കൾ എന്ന് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. സോ ഇതുപോലെ ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എന്തായാലും ചോദിച്ച് കാണുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ കാണുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇത് ഇവിടെ 3 പൂക്കളുണ്ട്. ഒരു പെട്ടിയിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റില് 4 പൂക്കളുണ്ട്. സോ നമ്മൾ ആഡ് ചെയ്ത് നോക്കേണ്ടത് ആരെയാണ്? 3 and 4. സോ 3ഉം 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആയിട്ട് എത്രയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് എക്സാമിന് ചോദിച്ച് കാണുന്നുണ്ട്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന്റെ കൂടെ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും കാണാം കേട്ടോ. സോ ഇന്ന് കൃത്യം 7:30 നമുക്കൊരു മെഗാ മാരത്തോൺ ഉണ്ടായിരുന്നു. സോ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നമ്മുടെ മെഗാ മാരത്തോൺ വാച്ച് ചെയ്യുക. അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്.